എല്ലാവർക്കും മല്ലുവണ്ണപ്പള്ളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ പാലക്കാടാണുള്ളത്. നമ്മൾ ക്യൂബ്ലൂവിൻ്റെ ഒരു ഫില്ലിംഗ് സ്റ്റേഷനിലാണുള്ളത്. അവർ DF എന്ന് പറയുന്ന ഫ്ലൂയിഡ് കൊടുക്കുന്ന ഒരു സ്റ്റേഷനാണ്. അതായത് DF എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ ഡിസ്പെൻസറിലൂടെ നമുക്ക് കിട്ടും, ഫില്ല് ചെയ്യാൻ പറ്റും. ഒരു പെട്രോൾ പമ്പ് പോലെ തന്നെ വർക്ക് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ DF എന്ന് പറയുന്നത് ഡീസൽ എക്സോസ്റ്റ് ഫ്ലൂയിഡ് എന്ന് പറയും. നമ്മുടെ വണ്ടിയുടെ പൊല്യൂഷൻ കുറയ്ക്കാനും എസ്പെഷ്യലി ഡീസൽ ട്രക്കുകളുടെയൊക്കെ പൊല്യൂഷൻ കുറയ്ക്കാനായിട്ടൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഫ്ലൂയിഡാണിത്. ഓക്കെ, ഇതിന് ഭയങ്കര ഡിമാൻഡാണ് മാർക്കറ്റിലുള്ളത്. അപ്പം അതിൻ്റെ വിവരങ്ങളും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൻ്റെ ടെസ്റ്റിമോണിയൽസ് ആണ് കൂടുതലും, ഇതിൻ്റെ ഫ്രാഞ്ചൈസി എടുത്ത ആൾക്കാരുടെ ടെസ്റ്റിമോണിയൽസ് ആണ്. അപ്പോൾ ഇക്ബാലിക്ക നമ്മുടെ കൂട്ടത്തിലുണ്ട്. അപ്പം ഇതിന്റെ ഡിസ്പെൻസറും അതുപോലെ ഇതിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നമുക്ക് ഇക്ബാലിക്ക പറഞ്ഞു. ഇതാണ് ഡിസ്പെൻസർ, ക്യൂബിൾ ഡിസ്പെൻസറാണ് ഇത്. ഇതിനാണ് ഇതിന്റെ അപ്പുറത്താണ് ടാങ്ക് ഉള്ളത്. ആ ടാങ്കിൽ നിന്നാണ് ഈ സാധനം വന്നുകൊണ്ടിരിക്കുന്നത്. ടാങ്ക് ഉണ്ടല്ലേ, ടാങ്ക് ഉള്ളിലാണുള്ളത്. ഇതാണ് ക്യൂബിൾ ടാങ്ക്. 2 ടാങ്ക് ഉണ്ട്. ഈ ടാങ്ക് ഈ വഴിയാണ് ഡിസ്പെൻസറിലേക്ക്. ഇതിലാണ് ആ ഫ്ലൂയിഡ് മൊത്തം നിറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത് നിറയ്ക്കും. അതിൽ നിന്ന് ഈ ഫ്ലൂയിഡ് നിറഞ്ഞതിന് ശേഷം ഈ ഫ്ലൂയിഡാണ് നമുക്കിവിടെ പുറത്ത് കാണുന്ന ഡിസ്പെൻസറിലോട്ട് കണക്ട് ചെയ്യും. നമ്മുടെ കൂട്ടത്തിലുള്ളത് ഇക്ബാലിക്കയാണ്. ഇക്ബാലിക്ക എന്ന് പറയുന്നത് നമ്മുടെ പാലക്കാട് ഫ്രാഞ്ചൈസി, അതായത് ആലത്തൂറുള്ള ക്യൂബ്ലൂവിന്റെ ഫ്രാഞ്ചൈസിയുടെ ഓണറാണ്. ആലത്തൂർ ഫ്രാഞ്ചൈസിക്ക് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. കേരളത്തിലെ ആദ്യത്തെ ക്യൂബ്ലൂ പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ അതിന്റെ ഫ്രാഞ്ചൈസി എടുത്ത ആൾ കൂടിയാണ് ഇക്ബാലിക്ക. അപ്പം ഇക്ബാലിക്ക, ഈ ക്യൂബ്ലൂവിനെ കുറിച്ച് എങ്ങനെയാണ് പരിചയപ്പെട്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അറിഞ്ഞത്? നമസ്കാരമുണ്ട്. എൻ്റെ പേര് മുഹമ്മദ് ഇക്ബാൽ. ഞാൻ ഖത്തറിലായിരുന്നു. ഒരു 10-23 വർഷം ഞാൻ ഖത്തറിലുണ്ടായിരുന്നു. ഖത്തറിൽ നിന്ന് വന്നതിന് ശേഷം ഒരു ബിസിനസ് തുടങ്ങണം എന്നുള്ള ആഗ്രഹത്തോടു കൂടെ ഇരിക്കുമ്പോഴാണ് ഈ ക്യൂബ്ലൂവിനെ കുറിച്ച് ഞാൻ അറിയാൻ കഴിഞ്ഞത്. അതുകൊണ്ട് ഞാൻ ക്യൂബ്ലൂവിൻ്റെ ഫ്രാഞ്ചൈസി ഞാൻ എടുത്തിരിക്കുകയാണ്. ഇക്ബാലിക്ക, ക്യൂബ്ലൂവിന്റെ ഫ്രാഞ്ചൈസി ഓണർ ആയതിനു ശേഷം ബിസിനസ് എങ്ങനെ പോകുന്നുണ്ട്? ക്യൂബ്ലൂ നല്ല ക്വാളിറ്റിയാണ്. അതുകൊണ്ട് ഇത് കൂടാതെ ഞങ്ങൾ 3 ഫ്രാഞ്ചൈസിയും കൂടെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ മൊത്തം 4 ഫ്രാഞ്ചൈസിയാണ് ഇക്ബാലിക്കയ്ക്ക് മൊത്തത്തിലുള്ളത്. അതെ, മൊത്തം 4 ഫ്രാഞ്ചൈസിയാണ് ഇപ്പോൾ ഞങ്ങൾക്കുള്ളത്. ഇക്ബാലിക്ക ഖത്തറിൽ നിന്നാണ് എല്ലാം നിർത്തി ഇവിടെ വന്ന ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത ഒരാളാണ്. അതെ. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും നമുക്ക് അവിടെ ഖത്തറിൽ കിട്ടിക്കൊണ്ടിരുന്ന പൈസേനേക്കാളും കൂടുതൽ ഈ ക്യൂബ്ലൂവിൽ നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റുന്നുണ്ടോ? ഉണ്ട്, കിട്ടുന്നുണ്ട്. അപ്പൊ അതിൽ കൂടുതൽ പൈസ കിട്ടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ പുറത്ത് വർക്ക് ചെയ്തത് ഒരാൾ തന്നെ തിരിച്ചിവിടെ വന്ന് ക്യൂബ്ലൂവിന്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ അതിലും കൂടുതൽ ലാഭമാണ് ക്യൂബ്ലൂവില് നമുക്ക് കിട്ടുന്നത്, അല്ലേ? അതെ, കിട്ടുന്നത്. ഓക്കെ, അപ്പം ക്യൂബ്ലൂവിന്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ സോഫാർ എങ്ങനെയുണ്ട്? ക്യൂബ്ലൂവിന്റെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ നല്ല സപ്പോർട്ടാണ് ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഒരു ഫ്രാഞ്ചൈസി എടുക്കാൻ വരുന്ന ഒരാള്, പുതിയതായിട്ട് ക്യൂബ്ലൂവിന്റെ ഫ്രാഞ്ചൈസി എടുക്കാൻ വരുന്ന ഒരാളോട് എന്ത് കാര്യമാണ് പറയാനായിട്ടുള്ളത്? ഫ്രാഞ്ചൈസി എടുക്കാൻ വരുന്ന ആളോട് നല്ല രീതിയിലാണ് ഇത് മുന്നോട്ട് പോകും. അത് ഒരു പ്രശ്നമില്ലാതെ മുന്നോട്ട് പോകും, അത്രേ പറയാനുള്ളൂ. നല്ല രീതിയിൽ പോകും. അപ്പം വേറൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മളിപ്പോ ക്യൂബ്ലൂവിനെ കുറിച്ച് പലയിടങ്ങളിൽ ചോദിച്ചു കഴിയുമ്പോഴേക്കും കസ്റ്റമേഴ്സ് പറയുന്ന ഒരു കാര്യമാണ് ബെസ്റ്റ് ക്വാളിറ്റി അറ്റ് ലോവസ്റ്റ് പ്രൈസ് എന്ന് പറയുന്ന കാര്യം. അതിനോട് എത്രത്തോളം ശരിവെക്കാൻ പറ്റും? അതിലൊരു 100% ശരിയാണ്. അതിൽ ബെസ്റ്റ് ക്വാളിറ്റി, ലോവസ്റ്റ് പ്രൈസ് ആണ്. അപ്പൊ അതാണ് ക്യൂബ്ലൂവിനെ കുറിച്ച് ഒരു ഫ്രാഞ്ചൈസി ഓണർ നേരിട്ട് വന്ന് പറയുന്ന ഒരു ടെസ്റ്റിമോണിയൽ, അല്ലെ? അപ്പം ഇതാണ് ഇക്ബാലിക്കയുടെ ഫ്രാഞ്ചൈസി ആണ് കേരളത്തിലെ ഏറ്റവും ആദ്യത്തെ ഫ്രാഞ്ചൈസി. അപ്പോൾ താങ്ക് യു ഇക്ബാലിക്ക, നമ്മുടെ ക്യൂബ്ലൂവിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്തേ. നമ്മുടെ കൂട്ടത്തിലുള്ള അജ്മലാണ്. അജ്മലിന് ക്യൂബ്ലൂവില് പട്ടാമ്പിയിലാണ് ഫ്രാഞ്ചൈസി ഉള്ളത്. അപ്പൊ നമുക്ക് അജ്മലിനോട് ചോദിക്കാം, അജ്മലെ, ക്യൂബ്ലൂവിനെ കുറിച്ച് അല്ലെങ്കിൽ ക്യൂബ്ലൂ എങ്ങനെയാണ് അറിയാൻ സാധിച്ചത്? ആര് ത്രൂ ആണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ക്യൂബ്ലൂവിലോട്ട് വന്നത്? ഞാൻ IT ഫീൽഡിൽ വർക്ക് ചെയ്യായിരുന്നു. അപ്പോൾ നമ്മളെപ്പോഴും ഗൂഗിളായിട്ട് ഫുള്ള് എപ്പോഴും നോക്കുമല്ലോ. അപ്പം അങ്ങനെ സെർച്ച് ചെയ്ത സമയത്ത് ക്യൂബ്ലൂവിനെ കുറിച്ച് അറിഞ്ഞു. വേറെയും കുറേ ഡീസൽ എക്സോസ്റ്റ് ഫ്ലൂയിഡ് കമ്പനിനെ കുറിച്ച് ചെക്ക് ചെയ്തു. അപ്പോൾ നോക്കിയപ്പോൾ ഏറ്റവും കൂടുതൽ ബെസ്റ്റായി തോന്നിയത് ക്യൂബ്ലൂ ആണ്. അപ്പം അങ്ങനെയാണ് ക്യൂബ്ലൂവിൽ എത്തിയത്. ഉടനടി എത്രയും പെട്ടെന്ന് തന്നെ IT ജോലിയൊക്കെ റിസൈൻ ചെയ്തിട്ട് നേരെ ക്യൂബ്ലൂ സ്റ്റാർട്ട് ചെയ്തു പട്ടാമ്പിയിൽ. അപ്പൊ എനിക്കറിയാം, ഒരു ടെക്കി അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ഫീൽഡിൽ നിന്ന് നമ്മൾ ഒരു DF പോലത്തെ പ്ലാറ്റ്ഫോമിലോട്ടാണ് വരുന്നത്. അപ്പം ആ ഒരു ബിസിനസ് അല്ലെങ്കിൽ ഫ്രാഞ്ചൈസി പാർട്ട്ണർ ആയതിനു ശേഷം ബിസിനസ് ഒക്കെ എങ്ങനെ പോകുന്നു? ബിസിനസ് വളരെ സ്മൂത്താണ്. ഞാൻ ഫസ്റ്റ് പട്ടാമ്പി തുടങ്ങി, പിന്നെ രണ്ടാമത് ചാലിശ്ശേരി ഞങ്ങൾ വേറൊരു സ്ഥാപനം തുടങ്ങുന്നുണ്ടായി. ബിസിനസ് സ്മൂത്താണ്.
അപ്പം ഈ ഒരു റിട്ടേൺസ്, അതായത് ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ഉണ്ടാക്കുന്ന ഒരു ഇയർ അല്ലെങ്കിൽ മന്തിൽ ഉണ്ടാക്കുന്നതിനേക്കാളും കൂടുതൽ റിട്ടേൺസ് നമുക്ക് ക്യൂബ്ലൂവിൽ കിട്ടുമോ? അത് ഓരോരുത്തരുടെ സാലറി റേഞ്ച് അനുസരിച്ചിരിക്കും. അതായത് ചെറിയ സാലറി മുതൽ വലിയ സാലറി വരെ ഏൺ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതിന് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. ഇത് അത്രയും ബുദ്ധിമുട്ടില്ല. കാരണം ഫസ്റ്റ് നമ്മൾ സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കമ്പനി എല്ലാ കാര്യങ്ങളും കമ്പനി നോക്കിക്കോളും. നമ്മൾ നല്ലൊരു സ്ഥലം കാണിച്ചു കൊടുത്താൽ ബാക്കി എല്ലാ സെറ്റപ്പിനും കമ്പനി ഉണ്ട്, അവരെപ്പോഴും അവൈലബിൾ ആണ്. അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല. വളരെ ഈസിലി റൺ ചെയ്യാൻ പറ്റാവുന്ന ഒരു ബിസിനസ്സാണ് ക്യൂബ്ലൂ. അപ്പം ക്യൂബ്ലൂവിന്റെ ഫ്രാഞ്ചൈസി എടുത്തതിന് ശേഷം ക്യൂബ്ലൂവിന്റെ ഭാഗത്തു നിന്ന് എന്തൊക്കെ സപ്പോർട്ട് ഉണ്ട്, അതൊന്ന് വിവരിക്കാൻ പറ്റുമോ? ഫ്രാഞ്ചൈസി എടുക്കുന്നതിന് മുന്നേ തന്നെ വിളിച്ചന്വേഷിച്ചാൽ അവർ നല്ല ഫാസ്റ്റ് റെസ്പോൺസ് ആണ്. അവർ സ്ഥലം വന്ന് നോക്കും, അതുപോലെ വേണ്ട സജഷൻസ് പറയും. നമ്മളിപ്പോൾ ഒരിക്കലും ബിസിനസ്സിന് സ്കോപ്പ് ഇല്ലാത്തൊരു സ്ഥലം കാണിച്ചു കഴിഞ്ഞാൽ, ഞാൻ വേറെ സ്ഥലം കാണിച്ചിരുന്നു, അപ്പോൾ അവിടെ ബിസിനസ് ഇല്ല എന്ന് അവർ അഭിപ്രായപ്പെട്ടു. പിന്നെ നല്ല സ്ഥലം കാണിച്ചപ്പോൾ അവർ സപ്പോർട്ട് ചെയ്തു. അതുപോലെ എല്ലാ സപ്പോർട്ടിനും അവർ എപ്പോഴും അവൈലബിൾ ആണ്. അപ്പോൾ ക്യൂബ്ലൂവിന്റെ ഒരു ഫ്രാഞ്ചൈസി എടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ പോകുന്ന ഒരാൾക്ക് അജ്മലിന് എന്തൊക്കെ അഡ്വൈസ് ആണ് കൊടുക്കാൻ പറ്റുന്നത്? വെഹിക്കിൾ മൂവ്മെന്റ് ഉള്ള ഏരിയ, അതായത് ടോറസ് ഒക്കെ നല്ല രീതിയിൽ വന്ന് പാർക്ക് ചെയ്യാനും, അതുപോലെ നല്ല പാസിങ് ഏരിയ ആയിരിക്കും. ലോറിയൊക്കെ നല്ല രീതിയിൽ ഇപ്പോൾ വണ്ടികൾ കൂടുതൽ പാസിങ് ഏരിയ ആണെങ്കിൽ അത്രയും ബിസിനസ് ഉണ്ടാവും. അതേസമയം ഉള്ള ഏരിയ റോഡായിട്ടൊന്നും വലിയ കാര്യം ഉണ്ടാവില്ല. എൻ്റെ ബ്രദർ ഫസൽ വന്നിട്ടുണ്ട്, ഫസൽ കൊട്ടാരത്തിൽ വന്നിട്ടുണ്ട്. ആളോട് സംസാരിക്കാം. നമസ്കാരം, എൻ്റെ പേര് ഫസൽ കൊട്ടാരത്തിൽ. ഞാനിപ്പോൾ എൻ്റെ ബ്രദർ അജ്മലിൻ്റെ ഷോപ്പിൽ വന്നതാണ്. അപ്പോഴാണ് അവൻ ഈ ക്യൂബ്ലൂ സക്സസ്ഫുള്ളായിട്ട് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് എന്താ സംഭവം എന്ന് ചോദിച്ചപ്പോഴാണ് ഇതേപോലെ ചെറിയ ലോ പ്രൈസിൽ നല്ല റിട്ടേൺ കിട്ടുന്നൊരു നല്ല ബിസിനസ്സാണ്. അപ്പോൾ ആളെ ഇതിനെക്കുറിച്ച് ഞാൻ ചോദിച്ചിരുന്നു. അപ്പോൾ ആൾ ഇതിനെക്കുറിച്ചുള്ള പറഞ്ഞിരുന്നു. അപ്പോൾ ആൾക്ക് ഈ പട്ടാമ്പിന് ശേഷം ചെറുപ്പുളശ്ശേരിയിലും ഒരു ഷോപ്പ് തുടങ്ങി വളരെ സക്സസ്ഫുള്ളായിട്ട് പോവാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അറിയണമെന്ന് വിചാരിച്ചു. അപ്പോൾ ആൾ പറഞ്ഞു കേരളത്തിൽ ഫസ്റ്റ് ഇക്ബാലിക്ക എന്നൊരാൾ ഫസ്റ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൾ ഈ ഗൾഫിൽ ഒരുപാട് വർഷം നിന്നിട്ട് തിരിച്ചു വന്ന് ഫസ്റ്റ് ആയിട്ട് ഇത് സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം അയാൾ റണ്ണിങ് സക്സസ്ഫുള്ളായിട്ട് 4 ഷോപ്പ് പുതുതായി തുടങ്ങി. അതൊക്കെ വളരെ സക്സസ്ഫുള്ളായി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനും ചെറിയ ബിസിനസ്സുകൾ ചെയ്യുന്ന ആളാണ്. അപ്പോൾ എനിക്കും എന്തെങ്കിലും പ്രോഫിറ്റ് കൂടുതൽ കിട്ടണമെന്ന് താല്പര്യമുണ്ട്. അതിപ്പോൾ ഞാനും ഇത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. കാരണം വളരെ ഇൻട്രസ്റ്റിംഗ് ആയി ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റിൽ വളരെ ഹയർ റിട്ടേൺ കിട്ടുന്ന ഇത്രയും നല്ലൊരു ബിസിനസ് വേറെ ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. അപ്പൊ ഇതാണ് അജ്മല് ക്യൂബ്ലൂവിന്റെ ഒരു ഫ്രാഞ്ചൈസി എടുത്തു. അതായത് നമുക്കറിയാം ടെക്കി ആയിരുന്നു, സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിരുന്നു. അതിൽ നിന്നാണ് സ്വന്തമായിട്ടൊരു സംരംഭം എന്ന നിലയിലോട്ട് അജ്മല് വരുന്നത്. അപ്പൊ പട്ടാമ്പിയില് പോകുന്ന വഴിക്ക് നമുക്കറിയാം ക്യൂബ്ലൂവിന്റെ ഫ്രാഞ്ചൈസി അജ്മലിനുണ്ട്. അപ്പൊ താങ്ക് യു അജ്മൽ. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടത് ഈ ക്യൂബ്ലൂവിൻ്റെ, അതായത് ഡീസൽ എക്സോസ്റ്റ് ഫ്ലൂയിഡിൻ്റെ ഒരു ഫില്ലിംഗ് സ്റ്റേഷൻ നടത്തുന്ന ആൾക്കാരുടെ ഒപ്പീനിയനാണ്, അവരുടെ ടെസ്റ്റിമോണിയൽസ് ആണ്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്കും ആകാൻ താല്പര്യം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഒരു ഫ്രാഞ്ചൈസി പാർട്ട്ണർ ആകാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ ഇവരെ കോൺടാക്ട് ചെയ്യാം. ഇതുപോലുള്ള ബിസിനസ് ഐഡിയാസിന് നമ്മുടെ പേജും ഫോളോ ചെയ്യുക. ഇനി അടുത്ത പ്രാവശ്യം ഒരു പുതിയ ബിസിനസ് ഐഡിയ ആയിട്ട് കാണാം. നന്ദി, നമസ്കാരം.